യു എയിലേക്ക് വിസിറ്റ് വിസയിൽ വരാൻ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആശങ്ക ഉയർത്തിക്കൊണ്ടാണ് പുതിയ നിയമം യു എയിൽ നിലവിൽ വന്നിട്ടുള്ളത്. 3 കാര്യങ്ങളുള്ളത്. 1 റിട്ടേൺ ടിക്കറ്റ്, 2 കയ്യിൽ 3000 ദിറംസ് കരുതണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റുപ്പീസ് കരുതണം, 3 ഹോട്ടൽ ബുക്കിംഗ്. ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ റെസിഡൻസിന്റെ ഡീറ്റെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു എയിൽ വരാൻ പറ്റും. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 17 മില്യൺ ആളുകളാണ് ദുബായിൽ മാത്രം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ആളുകൾ യു എയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു കാരണം ഉണ്ടായിരിക്കും. നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം, നാട്ടിൽ ഒരുപാട് ആളുകളാണ് യു എയിലേക്കൊന്ന് വിസിറ്റ് എടുത്തിട്ട് പോയിട്ട് ജോലി നോക്കാന്ന് പറയുന്നത്. കാരണം മറ്റു രാജ്യങ്ങൾക്ക് പോണ പോലെയല്ല, വളരെ ഈസി ആയിട്ട് ജോലി കണ്ടെത്താനും നാട്ടുകാരൊക്കെ സുഖമായിട്ടുള്ള ഒരു രാജ്യമാണ് യു എ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. അറ്റ് എ ടൈം ഒരേ സമയത്ത് തന്നെ 3000 ദിറംസ് കയ്യിൽ കരുതാന്ന് പറയുമ്പോൾ ഏകദേശം 60,000 ഇന്ത്യൻ രൂപയുടെ മുകളിലായത്. അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും ജോലി കണ്ടെത്താൻ യു എയിലേക്ക് വരുന്ന ആളുകൾക്ക്. നിങ്ങൾ യു എയിലേക്ക് വിസിറ്റ് എടുത്ത് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് അറിയുന്ന, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ട്രാവൽസിന്റെ അടുത്തുനിന്ന് ഒരു വിസിറ്റ് വിസ എടുക്കാവുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു നിയമം മാറട്ടെ. ഒരുപാട് ആളുകൾക്ക് യു എയിൽ വരാൻ പ്ലാൻ ഉണ്ടാക്കും, അവരൊക്കെ എത്തട്ടെ, അല്ല ജോലി കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ജോലി. അതെ.